ജോൺ നിങ്ങളെപ്പോലെ ഒരു ശരാശരി PSC ഉദ്യോഗാർത്ഥിയായിരുന്നു. ഒരു 6 മാസം മുമ്പ് വരെ അവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പഠിക്കാനായിട്ടിരിക്കും. 6 മണിക്കൂറെങ്കിലും മിനിമം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. SCRT കണ്ടന്റുകൾ വായിക്കും, ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കും, നോട്ടുകൾ കൃത്യമായി വായിക്കും, എക്സാമുകൾ കൃത്യമായി എഴുതും. അങ്ങനെ പടിപടിയായി PSC എന്ന് പറയുന്ന വലിയ മലയിലേക്ക് അവൻ കയറിക്കൊണ്ടേയിരുന്നു. എന്നാൽ 6 മാസം ആയപ്പോഴേക്കും, പ്രിപ്പറേഷൻ തുടങ്ങി ഒരു 6 മാസം ആയപ്പോഴേക്കും അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വാർത്ത അവൻ കേൾക്കുകയാണ്. അവനേറെ സ്നേഹത്തോടെ കണ്ടിരുന്ന, അവനേറെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തിരുന്ന ആ പെൺകുട്ടി അവനെ ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളോടൊപ്പം പോയി എന്ന വേദനകരമായ വാർത്ത. ഒരു പക്ഷേ അവനെന്ത് മണ്ടനാണെന്ന് നമുക്കിപ്പോൾ തോന്നിയേക്കാം. പക്ഷേ നമ്മളെപ്പോലെ അവനും ചില സമയത്ത് അവൻ്റെ മാനുഷിക മൂല്യങ്ങളെ കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഇമോഷൻസിനെ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വരില്ല. യെസ്, ജോണിനും അതിന് കഴിഞ്ഞില്ല. അവനും ഏറെ സങ്കടത്തിലായി, അവനും ഏറെ ബുദ്ധിമുട്ടിലായി. പഠിക്കാൻ പറ്റുന്നില്ല. 6 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് 1 മണിക്കൂർ പുസ്തകം എടുത്താൽ തന്നെ ഭയങ്കരമായ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ തുടങ്ങി. വീടിന് മുറിക്കുള്ളിലേക്ക് ഒതുങ്ങപ്പെട്ട ഒരാളായിട്ട് മാറി. കൂട്ടുകാരോട് സംസാരിക്കാൻ പോകുന്നില്ല, വീട്ടുകാരോട് സംസാരിക്കാൻ പോകുന്നില്ല. അങ്ങനെ പഠനത്തിൽ നിന്ന് മൊത്തത്തിൽ മാറ്റപ്പെട്ടു പോയ ഒരു 6 മാസങ്ങൾ. ഈ 6 മാസം ജോൺ എന്താണ് നേടിയത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഭാര്യയുമായുള്ള പ്രശ്നങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം, വാഹനത്തിൽ അപകടപ്പെട്ടു പോയതായിരിക്കാം, ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, എന്തും ആയിക്കോട്ടെ. ജോണിൻ്റെ കാമുകിയോട് നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് സാദൃശ്യപ്പെടുത്തി നോക്കി. ആ പ്രശ്നം കാർന്ന് തിന്നുകൊണ്ട് പോയത് ആക്ച്വലി നിങ്ങളുടെ 6 മാസങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ നാളുകളാണ്. ഒരുപക്ഷെ അത്രയും നാളുകൂടി നിങ്ങൾ അതേ സ്ട്രെങ്തിൽ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളൊരു നല്ല സർക്കാർ ജോലിയിൽ ഒരു നീല ടാഗൊക്കെ ഇട്ട് പോയിരിക്കുമായിരുന്നു. പക്ഷേ ആ പ്രശ്നം ഒറ്റ ഒരാൾ കാരണം, ആ പ്രതിസന്ധി ഒന്ന് കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ആകെപ്പാടെ ഒരേ ഒരു നേട്ടം മാത്രമേ ഉണ്ടായുള്ളൂ. 6 മാസം, അല്ലെങ്കിൽ നിങ്ങൾ ആ നഷ്ടപ്പെടുത്തിയ സമയം അത്രയും വെറുതെ പോയി എന്നുള്ള ആ ഒരൊറ്റ കാര്യം ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നിങ്ങളിപ്പോൾ കുറേ നാളുകളായി അതേ സ്റ്റേജിലാണ്. കുറേ കാരണങ്ങൾ കൊണ്ട്, കുറേ പ്രശ്നങ്ങൾ കൊണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടതായിരുന്നു ആ പ്രശ്നങ്ങൾ. നിങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പോയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ ആ സമയനഷ്ടമല്ലാതെ? യെസ്, നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് പറയും പോലെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം. മക്കളെ, ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം മാത്രം ചോദിച്ചോട്ടെ. ആ സമയം കൂടി നിങ്ങൾ നന്നായിട്ടിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗവൺമെൻറ് സർവീസിലേക്ക് നിങ്ങൾ എത്തുമായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് നിങ്ങളുടെ നല്ല സമയം മുഴുവൻ വേസ്റ്റാക്കി കളഞ്ഞു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ അതേ പ്രതിസന്ധിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രതിസന്ധി ഉണ്ടായി എന്നതോ, ആ സമയം നഷ്ടപ്പെട്ടു എന്നുള്ളതോ, അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങളെല്ലാം വിട്ടുപോയി എന്നുള്ളതോ അല്ല. ഇപ്പോഴും നിങ്ങൾ അതേ പ്രതിസന്ധിയിൽ തന്നെ, അതേ സാഹചര്യത്തിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് പ്രശ്നം. യെസ്, ഇപ്പോൾ മുതലാണ് മാറാനുള്ള സമയം. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇനിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ, കേരള PSC പോലെയുള്ളൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആത്മാർത്ഥമായി പഠിച്ച് നേടണമെന്ന പഴയ ആഗ്രഹം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അത് ഇന്നായിക്കോട്ടെ നാളെ ആയിക്കോട്ടെ, ഇനി നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കിയിട്ടേ പോകാവൂ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു സിസ്റ്റം സെറ്റ് ചെയ്യണം. ആ സിസ്റ്റം നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കണം. മറ്റെന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇനി ഞാൻ എൻ്റെ സമയം വേസ്റ്റാക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി സെറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന് മാത്രമേ മക്കളെ നിങ്ങളെ ഒരു സക്സസ്സിലേക്ക് കൊണ്ടെത്താൻ പറ്റൂ. കുറേ ദിവസങ്ങൾ എന്തൊക്കെയോ ചെയ്തു, വേറെ കുറേ ദിവസങ്ങൾ എന്തൊക്കെയോ ചെയ്തു, അതൊന്നും നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കില്ല. അതൊക്കെ വെറുതെ കുറേ ബഹളങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ആദ്യം നിങ്ങളൊരു റുട്ടീൻ ഫിക്സ് ചെയ്യും. നിങ്ങൾ എന്താണ് ഓരോ ദിവസവും ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ റുട്ടീൻ. രണ്ടാമത്തെ കാര്യം, ബിൽഡ് യുവർ ബേസ് എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കുക. നിങ്ങൾ ആദ്യമേ കയറി വലിയ സംഭവങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ നിങ്ങളുടെ താഴെ ലെവലുണ്ടല്ലോ, നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണോ എന്ന് ആദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മിനിമം ഒരു 40+ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളുടെ ബേസ് സെറ്റല്ല. പല ഭാഗങ്ങളും നിങ്ങൾ ഇപ്പോഴും ക്ലിയർ അല്ല. ഒരു കോമൺ എക്സാമിന് ചോദിക്കുന്ന ഒരു 40 മാർക്കൊക്കെ എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പിറകിലാണ്.
നിങ്ങൾ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാൻ ആദ്യം ശ്രമിക്കണം. 10 മണിക്കൂർ ഒരു ദിവസം ഇരുന്ന് പഠിക്കാനല്ല ഞാൻ പറയുന്നത്. പകരം 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ലെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സോ ബിൽഡ് യുവർ ബേസ് ഫസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ബേസ് ആദ്യം സ്ട്രോങ് ആക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യും. നാളെ നിങ്ങൾ 6 മണിക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, നാളെ നിങ്ങൾ 7 മണിക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, 8 മണിക്ക് എന്താ ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, മാറ്റിവെക്കുക. ഒന്ന് സെറ്റ് ചെയ്യും. നാളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? 6 മണിക്ക് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്? 10 മണി വരെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? എക്സാം നിങ്ങൾ ചെയ്യാനിട്ടിരിക്കുന്ന സമയം ഏതാണ്? റിവിഷന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന സമയം എന്താണ്? കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യവും മിസ് ചെയ്യില്ല. പഠിക്കാനുള്ള, പരീക്ഷയ്ക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായി സമയം ചെയ്തു വെക്കാൻ കഴിയും. സോ നിങ്ങൾ ഇനി എന്ത് പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്താലും അത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് ആ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, ഡോണ്ട് ഡു 10 തിങ്സ് എവരി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ 10 കാര്യങ്ങൾ വീതം ചെയ്തുകൊണ്ടിരുന്നാൽ, എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതൊരു പഴയ ടോക്ക് പറയും പോലെ, ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല എന്ന് പറയില്ലേ. പക്ഷേ നിങ്ങൾ ഒരു സമയത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ പഠനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുക. ആ സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കാൻ പോയാൽ പഠനം നിങ്ങൾക്ക് നടക്കില്ല. ആ സമയത്ത് അമ്മയുടെ കൂടെ കളിക്കാൻ പോയാൽ ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരോടൊത്ത് പുറത്തു പോയാൽ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾ എന്താണോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഗോൾ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ ആദ്യത്തെ റാങ്ക് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, നിങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. അതിനുവേണ്ടി ഒരു ദിവസം 6 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ അതിനുവേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യും. അതിനുശേഷമുള്ള സമയത്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോ. ഒന്നും വേണ്ടെന്നല്ലോ, മൊബൈൽ ഫോൺ വേണ്ടെന്നല്ല, മൊബൈൽ ഫോൺ വേണം. റീൽസ് കാണരുതെന്നല്ല, റീൽസ് കാണണം. പുറത്ത് പോകരുതെന്നല്ല, പുറത്ത് പോകണം. കൂട്ടുകാരോടൊത്ത് സിനിമ കാണാൻ പോകണം. ബട്ട് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, ആ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 6 മണിക്കൂറുണ്ടല്ലോ, ആ 6 മണിക്കൂറിൽ നിന്ന് കവർന്നെടുത്തിട്ടാവരുത് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാതെ നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്യം മാത്രം ഫോളോ ചെയ്തുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു സംശയം വേണ്ട. ഇനി നിങ്ങളെ കൊല്ലാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. മക്കളെ, ഒരിക്കലും നിങ്ങൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങളെ നിങ്ങൾ മറ്റൊരാളുമായിട്ടും കമ്പയർ ചെയ്യരുത്. 1ാം റാങ്ക് സെക്കൻഡറി ടെസ്റ്റിൽ കിട്ടിയ ആളെ നോക്കിയിട്ട് അയ്യോ അയാൾക്ക് കിട്ടി, എനിക്ക് കിട്ടത്തില്ലല്ലോ, അയാൾക്കെ കിട്ടൂ, എനിക്ക് കിട്ടില്ല എന്ന് കമ്പയർ ചെയ്യരുത്. അയാൾ 15 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, എനിക്ക് അത്രയും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കേരള PSC വിധിച്ചിട്ടില്ല എന്ന് കമ്പയർ ചെയ്യരുത്. തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടി അടുത്ത എക്സാമിനേഷൻ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ എനിക്കിനി ഇത് പറ്റില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്പയർ ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? പകരം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് സ്വയം വിലയിരുത്തിയിട്ട് നിങ്ങൾ ആ പോരായ്മകൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. മാത്സ് ആണ് നിങ്ങൾക്ക് അറിയാത്തതെങ്കിൽ മാത്സിന് കൂടുതൽ സമയം കൊടുക്കുക. SCRT ആണ് നിങ്ങൾക്ക് അറിയാത്തതെങ്കിൽ SCRTക്ക് കൂടുതൽ സമയം കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എക്സാമുകളാണ് പ്രശ്നമെങ്കിൽ കൂടുതൽ എക്സാമുകൾ ചെയ്യും. നോട്ട്സ് ഇല്ല എന്നുള്ളതാണെങ്കിൽ നോട്ട്സ് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കുറവുള്ളത് ആ കുറവുകൾ പരിഹരിക്കാനായിട്ടുള്ള ടൈം കണ്ടെത്തി അതിന് പരിഹാരം കൊടുക്കും. അല്ലാതെ മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. അവരെക്കാൾ മികച്ചവരായിട്ട് നമുക്ക് മാറണം. അതിനുവേണ്ടി സമയം എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. ആ സമയം കൊടുത്ത് സെക്രട്ടറി ടെസ്റ്റിന് 1ാം റാങ്ക് വന്നവൻ്റെ മുകളിലെത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. അവിടെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത്. സോ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതെ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഇനി പറയാൻ പോകുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് ലാസ്റ്റ് വൺ. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതിന് മുമ്പ് പറയാൻ പോകുന്നത് കൺസിസ്റ്റൻസി ഈസ് യുവർ സൂപ്പർ പവർ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഇത് റുട്ടീനായില്ല എങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പലപ്പോഴും 10 ദിവസം പഠിച്ച് 12, 13, 14 ദിവസം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠിക്കാൻ വരുമ്പോൾ ഒന്നേന്ന് പഠിക്കും പോലെ ഫീൽ ചെയ്യത്തില്ലേ? ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല, ഇതൊക്കെ ഏതാ? നമ്മൾ ഓൾറെഡി പഠിച്ചതാ, പക്ഷെ എന്താ നമുക്കിതൊന്നും ഓർമ്മയില്ലാത്തതുപോലൊരു ഫീൽ വരും. സോ നിങ്ങൾ കൺസിസ്റ്റൻ്റായി എല്ലാ ദിവസവും, ഒരു ദിവസം 1 മണിക്കൂറേ പറ്റിയുള്ളെങ്കിൽ ആ 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് എഴുതി വെക്കണം. നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ട് എങ്കിൽ ഒരു പേന എടുത്ത് മക്കളെ ഒന്ന് എഴുതി വെച്ചോടാ. നോളജ് ഈസ് ഫ്രീ. നോളജ് ഈസ് ഫ്രീ.
ഐഡിയാസ് ഈസ് കോമൺ, ബട്ട് എക്സിക്യൂഷൻ ഈസ് റെയർ. നമ്മുടെ കയ്യിൽ ഒരുപാട് നോളജ് പുറത്ത് കിട്ടും. യൂട്യൂബിൽ ഒരുപാട് കണ്ടന്റുകൾ കിടപ്പുണ്ട്, ഫ്രീ ആണ്. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് കണ്ടന്റുകൾ എടുക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, കണ്ടന്റുകൾ ഇങ്ങനെ ഗ്രാബ് ചെയ്തുകൊണ്ടേയിരിക്കാം ഇഷ്ടം പോലെ, നോ ഇഷ്യൂ. അതേപോലെ തന്നെയാണ് ഐഡിയാസ് വളരെ കോമൺ ആണ്. എൻ്റെ തലയിൽ വരുന്ന ഐഡിയ തൊട്ടപ്പുറത്തെ ഇരിക്കുന്ന ആളുടെ തലയിലും വരും, അല്ലേ? ഐഡിയാസ് ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മെമ്മറിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരാളുടെ കയ്യിൽ തന്നെ 15, 20, 30 ഐഡിയാസ് വരും. ബട്ട് എക്സിക്യൂഷൻ ഈസ് റെയർ. ഇത് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ നോളജും അവിടെ തന്നെ ഇരിക്കും, ഐഡിയാസും അവിടെ തന്നെ ഇരിക്കും, ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റും ഉണ്ടല്ലോ, എക്സിക്യൂട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് വളരെ റെയറാണ്. സെക്രട്ടേറിയറ്റ്സിന് 1ാം റാങ്ക് കിട്ടിയെങ്കിൽ ഒരുപക്ഷെ അവന് നിങ്ങളുടേക്കാൾ കഴിവ് കുറവുള്ള ആളായിരിക്കും. ബട്ട് അവനത് നേടിയത്, അവനത് എക്സിക്യൂട്ട് ചെയ്തു. നിങ്ങളിപ്പോഴും അത് നിങ്ങളുടെ മെമ്മറിയിൽ ഇത് നേടണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്നത് കൊണ്ടാണ്. സോ നിങ്ങൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു റുട്ടീനാക്കി മാറ്റി ചെയ്തുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ട് മക്കളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഒരു സംശയവും വേണ്ട. നിങ്ങളത് ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായാലും, നിങ്ങൾ ഇനി ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആണ് നിങ്ങളുടെ എയിമെങ്കിൽ അടുത്ത ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുന്നുവെങ്കിൽ അങ്ങനെ, ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ മെയിൻസ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SPCID, സബ് ഇൻസ്പെക്ടർ ഇത്തരത്തിൽ മെയിൻസ് എക്സാം ആണെങ്കിൽ അങ്ങനെ, ഇനി ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അങ്ങനെ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള SSC RRB പരീക്ഷകളാണെങ്കിൽ അങ്ങനെ, എയർ ട്രാഫിക് കൺട്രോളർ പരീക്ഷ വരുന്നു അതാണെങ്കിൽ അങ്ങനെ, ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ പരീക്ഷ വരുന്നു അങ്ങനെ, LDC വരുന്നുണ്ട് അതാണെങ്കിൽ അങ്ങനെ, വരുന്ന യൂണിഫോം പരീക്ഷകളാണെങ്കിൽ അങ്ങനെ. നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണോ, അടുത്ത എയിം എന്താണോ, ആ എയിമിന് വേണ്ടി ഞാൻ ഈ പറയും പോലെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സ് ഉപയോഗിക്കാന്നുള്ളതാണ്. പരമാവധി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുന്ന കാര്യമാണ്, അവരെ കൂടി ഒന്ന് ഉണർത്തുന്ന കാര്യമാണ്. സോ കമൻറ്റ് ബോക്സ് ഏറ്റവും നന്നായി ഇടാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ആ റുട്ടീൻ ഉണ്ടല്ലോ, ആ റുട്ടീൻ എന്താണ് എന്ന് കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഉറപ്പായിട്ടും 2027-ലും 28-ലും ഒക്കെ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങളുടെ പേര് ആദ്യം കാണാനായിട്ട് പറ്റുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങൾക്കും ആത്മവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കാം. മക്കളെ, എത്രത്തോളം ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ, ഇപ്പോൾ ഹൈക്കോടതി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഏത് കേരള PSC പരീക്ഷ ആയിക്കോട്ടെ, ഹൈക്കോടതി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഏത് പരീക്ഷയും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെങ്കിൽ സൂപ്പർ നോട്ട്സിനെ കോൺടാക്ട് ചെയ്യാം. 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് സംസാരിക്കും. എന്നോടോ അമൽ സാറിനോടോ ഒക്കെ സംസാരിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനവുമുണ്ട്, നിങ്ങൾക്ക് അവിടെയും സംസാരിക്കാം. അങ്ങനെ ബാച്ചിലേക്ക് ഇനിയും ഏതെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു ഓഗസ്റ്റ് മാസം 16-ന് മുന്നെയാണ് നിങ്ങളിത് കാണുന്നത് എങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുണ്ട്, 20% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ വേണമെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും മക്കളെ, നിങ്ങളുടെ ആദ്യ ശ്രമം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ എടുത്തു വെക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാനത് കമൻറ്റുകളിലൂടെ മനസ്സിലാക്കിക്കൊള്ളാം. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.